من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വേദിയിൽ സന്നിഹിതരായ വ്യക്തിത്വങ്ങളെ, നാം മനസ്സിലാക്കിയത് പോലെ തന്നെ വളരെ മഹനീയമായ ഒരു സന്ദർഭത്തിലും സമയത്തിലുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജനുവരി 31 ഫെബ്രുവരിയുടെ ആദ്യ ദിനങ്ങളിലുമായി നടക്കുന്ന മുജാഹിദ് 7ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി അജ്മാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച പഠന ക്യാമ്പിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ വളരെ സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവസരത്തിൽ അല്പനേരം സംസാരിക്കേണ്ട വിഷയം വിശ്വാസിയുടെ നിമിഷങ്ങൾ എന്നതാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ അതുപോലെ വേറെയും ഒരുപാട് ജീവജാലങ്ങൾ, ഈ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും അവക്കാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും സംവിധാനിക്കുകയും ചെയ്ത നാഥൻ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച എണ്ണമറ്റ സംവിധാനങ്ങൾ, ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു സൃഷ്ടാവിൻ്റെ കരവിരുതുകൾ,
ബുദ്ധിയുള്ള മനുഷ്യന്മാർ കണ്ടെത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ സംവിധാനങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മനുഷ്യരുടെ ബുദ്ധിയെ ക്ഷണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രാപ്പകലുകളുടെ മാറി മാറി വരുന്ന, രാപ്പകലുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ, അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ, വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാനിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സംഗതി അള്ളാഹുവിൻ്റെ അത്യപാരമായ ഒരു അനുഗ്രഹമാണ് സമയം എന്നത്. അള്ളാഹുവാകുന്നു സമയത്തെ സംവിധാനിച്ചത്. രാവും പകലും മാറി മാറി വരുന്നതിലൂടെ, രാവും പകലും മാറി മാറി വരുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ നിന്ന് ഒരുപാട് ചിന്താ പാഠമുണ്ട് എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അവിടെയും അല്ലാഹു സൂചിപ്പിച്ചു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. വഹുവല്ലദീ അവനാണ്, ജഅലൽ ലൈല വന്നഹാറ രാവിനെയും പകലിനെയും സംവിധാനിച്ചവൻ അവനാണ്. എങ്ങനെയാ സംവിധാനിച്ചത്? ഖിൽഫതൻ, അത് മാറി മാറി വരുന്ന രൂപത്തിലാണ്. ഇതെന്തിനാണ് ഇങ്ങനെ സംവിധാനിച്ചത്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ഉറ്റാലോചിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട്. നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അതിലേറെ സന്ദേശങ്ങളുണ്ട് എന്ന് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, വളരെ പ്രധാനമായ ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ് സമയത്തെ അള്ളാഹു സംവിധാനിച്ചു എന്നത്. പക്ഷേ ഒരു ദുഃഖകരമായ സത്യമുണ്ട്. സാധാരണ സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യർ അനുഗ്രഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ, നിഅമത്തുകൾ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വേഗത്തിൽ ഓടിയെത്തുന്നത് സാമ്പത്തിക രംഗത്തുള്ള ശേഷിയാണ്, സമ്പൽ സമൃദ്ധിയാണ് അനുഗ്രഹങ്ങൾ എന്ന് വിചാരിക്കുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് ധരിച്ചവരാണ് സമൂഹത്തിൽ ധാരാളം ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. സമ്പത്തിനേക്കാൾ വലിയ നിഅമത്താണ് സമയം എന്നത്. കാരണം സമയം നഷ്ടപ്പെട്ടു പോയാൽ, ഒരു സെക്കൻഡെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കുക സാധ്യമല്ല. അന്ത്യനാൾ വരെ ആ സമയം പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇന്നലകളിൽ, കഴിഞ്ഞ നിമിഷങ്ങൾ, കഴിഞ്ഞ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ താളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോയപ്പോൾ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ സമ്പത്താണെങ്കിൽ, അത് മനുഷ്യന് ശക്തിയുണ്ടെങ്കിൽ, മനുഷ്യന് സ്വാധീനമുണ്ടെങ്കിൽ, മനുഷ്യന് ആയുസ്സുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവന് നേടിയെടുക്കാൻ കഴിയും. ഇന്നലകളിൽ സമ്പത്തില്ലാതെ, ഇന്നലകളിൽ തീരെ കഴിവില്ലാതെ ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങളും നോവുകളും അനുഭവിച്ചിരുന്ന മനുഷ്യന്മാർ ഇന്നിന്റെ നാളുകളിൽ സമ്പൽ സമൃദ്ധിയുടെ ഉത്തുംഗതിയിലാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സമയം അമൂല്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ്. അത് പാഴായി പോകുമ്പോൾ, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ് അവനതുമൂലം സംഭവിക്കാനിരിക്കുന്നത്. അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ പോകുമ്പോൾ അതുമൂലം അവന് സംഭവിക്കുന്ന നഷ്ടത്തിന്റെ ആ നഷ്ടം എന്ത് തന്നെ നേടിയെടുത്താലും പകരമാവില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. നമുക്കറിയാമല്ലോ, ഖുർആനിലെ പല അധ്യായങ്ങളുടെയും തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില പ്രത്യേകമായ സമയങ്ങളെ
പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് കാണാം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. വല്ലൈലി ഇദാ യഗ്ശാ, രാത്രിയെ തന്നെയാണ് സത്യം, അത് മൂടുമ്പോൾ. വന്നഹാരി ഇദാ തജല്ലാ, പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ, വെളിവാകുമ്പോൾ. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് അങ്ങനെയാണ് ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ. അതേപോലെ കാണാം വല്ലുഹാ, ലുഹാ സമയത്തെ തന്നെയാണ് സത്യം. അതേപോലെ മറ്റു സ്ഥലങ്ങളിൽ കാണാം വൽ അസ്ർ, മുഴുവൻ സമയത്തെയും അല്ലാഹു പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. കാലം സാക്ഷിയാവാത്ത, കാലം സ്പർശിക്കാത്ത, കാലമറിയാത്ത, സമയം സാക്ഷി നിൽക്കാത്ത ഒരു സംഭവവും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയത്തെയും അല്ലാഹു കാലം തന്നെ സത്യമെന്ന് പ്രത്യേകം പറഞ്ഞ് സത്യം ചെയ്ത് പറയുന്ന അവസ്ഥകൾ വിശുദ്ധ ഖുർആനിലൂടെ നാം വായിക്കുകയാണ്. എന്താണ് ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യവിശ്വാസി എന്തു മനസ്സിലാക്കണം? അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ സമയം, അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ സമയം, ആ സമയത്തിന് പ്രത്യേകതയുണ്ട്, ആ സമയത്തിന് പ്രത്യേകമായ ബർക്കത്തുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നിങ്ങൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന, മറുപടി പറയേണ്ട ഏറ്റവും വലിയ ഒരു നിഅമത്താണ് സമയമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി പറയുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ഒരു മനുഷ്യന്റെയും ഒരാദമിന്റെ സന്തതിയുടെയും വെച്ച കാല് മാറ്റിച്ചവിട്ടാൻ അള്ളാഹു സമ്മതിക്കുന്നതേ അല്ല എന്ന് വളരെ കൃത്യമായ സനദോടുകൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ആ 4 കാര്യങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, അൻ ഉംരിഹി, അവന്റെ ആയുഷിനെ സംബന്ധിച്ച്, അവന്റെ ആയുഷ്കാലത്തെ സംബന്ധിച്ച്, അവന്റെ ജീവിതത്തിലെ നിമിഷങ്ങളെ സംബന്ധിച്ച്, അവന്റെ ജീവിതത്തിലെ ആഴ്ചകളെ സംബന്ധിച്ച്, അവൻ തള്ളി നീക്കിയ മാസങ്ങളെ സംബന്ധിച്ച്, അതേപോലെ അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അതേപോലെ റസൂലുള്ളാഹി പറയുകയാണ്, അൻ ശബാബിഹി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തിനും കഴിവുള്ള ശോഭിക്കുന്ന കാലഘട്ടമാണല്ലോ യുവത്വം എന്നത്. ആ യുവത്വം അത് എന്തിന്റെ പേരിലാണ്, എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത്? അള്ളാഹു അവന്റെ പ്രത്യേകമായ നിഅമത്തായി നൽകിയ ഈ സമയത്തെ, ഈ യുവത്വകാലത്തെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ അമല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്കൻഡുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് മിനിറ്റുകളാണ്. ആ ജീവിതത്തിന്റെ നിമിഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് വളരെ വിലപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് ഒരു കവി പറഞ്ഞത്, ദഖാതു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു അന്നൽ ഹയാത ദഖായിഖും വതവാനി. ദഖാതു ഖൽബുൽ മർഇ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ മനുഷ്യനോട് ഖായിലത്തുൻ ലഹു, അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അന്നൽ ഹയാത ദഖായിഖുൻ വതവാനി. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. സത്യവിശ്വാസിയോട് സമയത്തെ സമീപിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ, നിന്റെ ജീവിതം അത് സെക്കൻഡുകളും മിനിറ്റുകളുമാണ്. അത് തീർന്നു പോകുമ്പോൾ, അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ നഷ്ടമായി പോകുമ്പോൾ നിനക്ക് നഷ്ടമാകുന്നത് നാളെയുടെ ലോകമാണ് എന്ന സന്ദേശമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നമുക്ക് നൽകുവാനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം സഹോദരന്മാരെ. പക്ഷേ ജനങ്ങളിൽ മഹാബഹുഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വെറുതെ കൊല്ലുന്ന, വെറുതെ നശിപ്പിച്ച് കളയുന്ന ഒരു അനുഗ്രഹമാണ്
ഒഴിവ് സമയം എന്നത്. ഒഴിവ് സമയത്തെ പണ്ഡിതന്മാർ സമയത്തെ ദുർവ്യയം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒഴിവ് സമയത്തെ കൊന്നുകളയുന്ന മനുഷ്യന്മാർ എന്നാണ്. ഒഴിവ് സമയത്തെ കൊന്നുകളയുന്നവർ, അങ്ങനെയാണ് മഹാബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥ. അങ്ങനെയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, വേഗത്തിൽ തീർന്നു പോകുന്ന ഒരു നിഅമത്താണ് സമയമെന്നാൽ. സമയം നമ്മെ കാത്തു നിൽക്കില്ല, സെക്കൻഡുകൾ നമ്മെ കാത്തു നിൽക്കില്ല, മിനിറ്റുകൾ നമ്മെ കാത്തു നിൽക്കില്ല, പറയേണ്ടതില്ലല്ലോ. കാത്തു നിൽക്കാതെ വേഗത്തിൽ തീർന്നു പോകുന്ന ആഴ്ചകളും മാസങ്ങളും നമ്മൾ തന്നെ പറയാറുണ്ട്. നാട്ടിൽ നിന്ന് വന്നു, മാസങ്ങൾ കഴിഞ്ഞു, എത്ര വേഗമാ മാസങ്ങളും ആഴ്ചകളും കടന്നുപോയത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ നാം പറയാറുണ്ട്, നീ വന്നതിന് ശേഷം എത്രയായി? ഞാൻ 2 വർഷമായി. ഓ, 2 വർഷമായോ എന്ന അത്ഭുതത്തോടുകൂടെ നാം സംസാരിക്കാറുണ്ട്. അതാണ് സമയത്തിന്റെ പ്രത്യേകത. വേഗത്തിൽ തീർന്നു പോകും. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞുപോയി. നമ്മുടെ വീടുകളുടെ ചുമരുകളിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിന്റെ കലണ്ടറിനെ നാം പറിച്ചെടുത്തു. നമ്മുടെ ഓഫീസിലെ ടേബിളിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിന്റെ കലണ്ടറിനെ നാം വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ മാറ്റിവെച്ചു. സഹോദരന്മാരെ, നാം ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ 2007 കലണ്ടറിനെ നമ്മുടെ വീടിന്റെ ചുമരുകളിൽ നിന്ന് നാം പറിച്ചെറിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന അല്ലാഹു തന്ന പ്രത്യേകമായ നിഅമത്തിൽ നിന്ന് ഒരു വർഷത്തെയാണ് നാം പറിച്ചെറിഞ്ഞത് എന്ന ബോധം സത്യവിശ്വാസികളെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമയത്തോട് കൃത്യമായ സമീപനമാണ് സമീപിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെയല്ല, സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല. പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ, പുതിയ ഒരു വർഷത്തിന്റെ പുലരിയിൽ ആളുകൾ എത്തിപ്പെടുമ്പോൾ സന്തോഷത്തോടുകൂടെ ആരവങ്ങളുമായി ആർത്തിരമ്പി പുതിയ വർഷത്തെ ആഘോഷങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ പരിസരങ്ങളിലുള്ളത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം വരുമ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ല, ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ ആനന്ദിക്കേണ്ട സന്ദർഭങ്ങളല്ല. അവൻ കരയേണ്ട നിമിഷങ്ങളാണ്, അവൻ ആലോചിക്കേണ്ട നിമിഷങ്ങളാണ്. കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഒരു വർഷം കൊണ്ട് നാളേക്കുള്ള അനന്തമായ യാത്രയിൽ, നാളേക്കുള്ള പാതേയത്തിന്റെ വിഷയത്തിൽ എന്താണ് റബ്ബിന്റെ കോടതിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കേണ്ടവനാണവൻ. എന്റെ മരണത്തോട് ഞാനിതാ ഒരു വർഷവും കൂടി അടുത്തിരിക്കുകയാണല്ലോ. എന്റെ ഖബറിലേക്കുള്ള വഴിദൂരം ഒരു വർഷവും കൂടെ കുറഞ്ഞിരിക്കുകയാണല്ലോ. ഖബറിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ അദാബ് എന്താണ്? അവിടെ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ എത്ര ഭയാനകമാണ്. അതോർത്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ നൊമ്പരപ്പെടാതിരിക്കാൻ കഴിയും? ഇങ്ങനെയാണ് സഹോദരങ്ങളെ, നിമിഷങ്ങളോടും ആഴ്ചകളോടും സെക്കൻഡുകളോടും അതേപോലെ തന്നെ മാസങ്ങളോടുമൊക്കെ നമ്മുടെ സമീപനങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യർക്ക് 2 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നിഅമതാനി, 2 അനുഗ്രഹങ്ങളുടെ മനുഷ്യന്മാർക്ക്. പക്ഷേ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യരിൽ മഹാബഹുഭൂരിപക്ഷവും ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വഞ്ചിതരാണ്. മനുഷ്യർ വഞ്ചിക്കപ്പെട്ട 2 മഹത്തായ അനുഗ്രഹങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, അത് മനുഷ്യന്റെ ആരോഗ്യമാണ്. മനുഷ്യൻ അല്ലാഹു നൽകിയ ആരോഗ്യം, ആ ആരോഗ്യത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ നശിപ്പിച്ചു കളയുന്ന മനുഷ്യന്മാർ, ഒഴിവ് സമയം കിട്ടിയിട്ട് അത് നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താതെ അതിനെ കൊന്നുകളയുന്ന മനുഷ്യന്മാർ, ഇത് അധികം ആളുകളുടെയും അവസ്ഥയാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നാം ഒന്ന് ആലോചിക്കുക. ഇത് നമ്മെ തന്നെ വിചാരണ ചെയ്യേണ്ട, നമ്മുടെ മനസ്സുകളോട് തന്നെ നാം ചോദിക്കേണ്ട നിമിഷങ്ങളിലൂടെയാണ് സഹോദരന്മാരെ നാം കഴിഞ്ഞു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാം നിലകൊള്ളുന്നത്. നമ്മൾ സാധാരണ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥ. 10:30 മണിക്ക് ആരംഭിക്കേണ്ട ക്ലാസ് ആണെങ്കിൽ, 10:30 മണിക്ക് തുടങ്ങേണ്ട മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ സംഘാടകർ കളവ് പറയേണ്ട സാഹചര്യമാണ്. 9 മണിക്ക് തന്നെ ആരംഭിക്കുമെന്ന് നമ്മൾ പറയും. 9 മണിക്ക് തന്നെ ക്ലാസ് ആരംഭിക്കുമെന്ന് നമ്മൾ പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? 9 മണിക്ക് ആരംഭിക്കും എന്ന് പറയുന്നത് 10:30 തുടങ്ങുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ എത്തണമെങ്കിൽ 10:30 പറഞ്ഞാൽ അവരെത്തില്ല. 10:30 തുടങ്ങേണ്ട മീറ്റിംഗ് 10:30 എന്ന് പറഞ്ഞാൽ അവർക്ക് എത്താൻ കഴിയില്ല. 9 എന്ന് പറഞ്ഞെങ്കിലേ
10:30 അവർക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇതാണ് സാഹചര്യം, ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. നോക്കൂ നിങ്ങൾ, എന്താണ് ഇങ്ങനെ സംഭവിച്ചു പോയത്? എന്തുകൊണ്ടാണ് ഈ സമൂഹം ഈ സമയം എന്ന വലിയ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാതെ പോയത്? ലോകത്ത് സമയത്തിന്റെ ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ച്, സമയത്തിന്റെ കൃത്യനിഷ്ഠയെ സംബന്ധിച്ച് സംസാരിച്ച ഒരു ദർശനമുണ്ടെങ്കിൽ, ഒരു മതമുണ്ടെങ്കിൽ, ഒരു പ്രത്യായ ശാസ്ത്രമുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലാത്ത മറ്റൊന്നില്ല എന്നത് വളരെ 100% തെളിയിക്കപ്പെട്ട സത്യമാണ്. ബോധപൂർവമാണ് ഞാൻ പറയുന്നത്. കൃത്യനിഷ്ഠയെ സംബന്ധിച്ച്, സമയത്തെ സംബന്ധിച്ച്, സമയത്തിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് സംസാരിച്ച അത് 1-2 നിർദ്ദേശങ്ങളിൽ ഒതുങ്ങുന്നതല്ല. വളരെ സുദീർഘമായ വിശദീകരണങ്ങൾ നൽകുന്ന മതം ഇസ്ലാമല്ലാതെ മറ്റൊരു മതമില്ല. നമുക്കറിയാമല്ലോ, പല സംഘടനകൾ അല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത ആളുകൾ ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാറുണ്ട്, അതിന്റെ അനുയായികൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. എവിടെ നിന്നാണ് അവർക്ക് ഈ തിയറി കിട്ടിയത്? എവിടെ നിന്നാണ് ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള സന്ദേശങ്ങൾ അവർക്ക് ലഭിച്ചത്? നമ്മളതിന് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാമിന്റെ സന്ദേശങ്ങളാണ് അവർ ടൈമിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്ലാം സമയനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിച്ച മതമാണ്. നമുക്കറിയാമല്ലോ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നത്. നമസ്കാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, സ്വർഗത്തിലേക്കൊരു വിശ്വാസിക്ക് കടന്നു പോകണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട കർമ്മത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അത് നമസ്കാരമാണ്. അത് ഓരോ വിശ്വാസിക്കും തോന്നുമ്പോൾ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഓരോരുത്തർക്കും തോന്നിയ സമയത്ത് നിർവഹിച്ചാൽ അത് സ്വീകരിക്കുന്ന വിഷയമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ഇന്നസ്സലാത, തീർച്ചയായും നമസ്കാരം, കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ, സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിലാകുന്നു നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിന്റെ വിഷയമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ഒരു അനുചരൻ വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് പ്രവാചകരെ, അറിയിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി നമുക്ക് കാണാം, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അതാണ് ഏറ്റവും വലിയ പുണ്യം, അതാണ് ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മം. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. കൃത്യനിഷ്ഠയെ സംബന്ധിച്ച്, സമയത്തെ സംബന്ധിച്ച്, സമയത്തിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മതം. എന്നിട്ടോ മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും സമയത്തിന് വില കൽപ്പിക്കാറില്ല, സമയം പാലിക്കാറില്ല. ജീവിതത്തിൽ കടന്നു വരുന്ന ഒഴിവ് സമയങ്ങളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത മനുഷ്യന്മാർ. മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി, സാധാരണ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സമയം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാർ ആലോചിക്കാൻ ഉതകുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുകയാണ്. മാമിൻ യൗമിൻ, സാധാരണ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത്രേ, മാമിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, യൻഷഖു ഫജ്റുഹു, അതിന്റെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, ഓരോ ദിവസത്തിന്റെയും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, ഇല്ലാ വഹുവ യുനാദി ബിലിസാനിൽ ഹാലി, ആ പ്രഭാതം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമത്രേ. എന്താ പറയുന്നത്? യബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദുൻ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദുൻ, നിന്റെ ഓരോ കർമ്മത്തിനും ഞാൻ സാക്ഷിയാണ്. ഞാൻ സാക്ഷിയാവാത്ത കർമ്മങ്ങൾ നിനക്കില്ല. അതുകൊണ്ട് തന്നെ ഫഗ്തനിംനി, എന്നെ നിനക്ക് കഴിവിന്റെ രൂപത്തിൽ, നിന്റെ കഴിവിന്റെ രൂപത്തിൽ എന്നെ നീ ചൂഷണം ചെയ്തോ, എന്നെ നീ ഉപയോഗിച്ചോ, ഉപയോഗപ്പെടുത്തിക്കോ. ഫഇന്നി ഇദാ മളൈതു, പുതിയ സൃഷ്ടിയായ ഈ പുതിയ ദിവസമുണ്ടല്ലോ, ഈ പുതിയ ദിവസമായ ഞാൻ, ഫഇന്നി ഇദാ മളൈതു, ഞാൻ കടന്നുപോയാൽ, ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ,
പിന്നെ അന്ത്യനാൾ വരെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതല്ല. ഓരോ ദിവസങ്ങളും നമ്മോട് സംസാരിക്കുന്നതാണ്. ഓരോ ദിവസത്തിനും നമ്മോട് പറയാനുള്ള സംഗതിയാണത്. ഇത് യാഥാർത്ഥ്യമല്ലെങ്കിലും ഭാവനയിലൂടെ അദ്ദേഹം ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസി മനസ്സിലാക്കണം, ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നു, ഇന്നിന്റെ സായാഹ്നമായി, ഇന്ന് കഴിഞ്ഞു പോകുകയാണ്. ഇനി ഈ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനില്ല. അള്ളാഹു നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെ അവധി ഇത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മെ അയച്ചപ്പോൾ നമ്മുടെ ആയുസ്സിനെ കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തുമ്പോൾ ആ ആയുസ്സിൽ നിന്ന് ഇന്നത്തെ ദിവസം ഇതാ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് അന്ത്യനാൾ വരെ തിരിച്ചു വരില്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്തില്ലെങ്കിൽ, ഇന്ന് നിർവഹിക്കാനുള്ളത് ഇന്ന് നിർവഹിച്ചില്ലെങ്കിൽ അത് നഷ്ടത്തിന്റെ പട്ടികയിലാണ് നാം ചേർക്കേണ്ടത് എന്നാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നമുക്ക് നിസാരമായി ഇതിനെ കാണാൻ പറ്റുമോ? അദ്ദേഹം വീണ്ടും പറയുകയാണ്, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നമാ അൻത അയ്യാമും മജ്മുഅ. നീ എന്താ വിചാരിച്ചത്? നീ എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഒരുപാട് അസ്ഥികളല്ല നീ, നിന്റെ ശരീരത്തിലെ ഒരുപാട് മാംസത്തിന്റെ പേശികളല്ല നീ, നിന്റെ ശരീരത്തിലെ ഒരുപാട് മറ്റെന്തെങ്കിലുമുള്ള വസ്തുക്കളല്ല. നീ എന്ന് പറഞ്ഞാൽ നിന്നെ ശരിക്ക് നീ മനസ്സിലാക്കണം. നീ ആരാണെന്നോ? ഇന്നമാ അൻത അയ്യാമും മജ്മുഅ. നീ ദിവസങ്ങളുടെ ഒരു സമാഹാരമാണ്. മനുഷ്യ, നീ ദിവസങ്ങളുടെ ഒരു സമാഹാരമാണ്. കുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസവും നിന്റെ ജീവിതത്തിന്റെ താളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ദഹബ ബഅദുക, നിന്റെ ശരീരത്തിന്റെ അല്പഭാഗങ്ങളാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. സഹോദരന്മാരെ, ഈ വിഷയത്തിന്റെ മർമ്മവും ഇതുതന്നെയാണ്. നാം ആലോചിക്കുക, നമ്മുടെ കഴിഞ്ഞ നാളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ അല്ലാഹു എനിക്ക് അപാരമായ അനുഗ്രഹമായി തന്ന എന്റെ ദിവസത്തിന്റെ വിലപ്പെട്ട എത്ര നിമിഷങ്ങളെയാണ് ഞാൻ ഒന്നുമല്ലാതെ പാഴാക്കിയത്. നാളേക്ക് വേണ്ടി, നാളത്തെ നിത്യജീവിതത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കേണ്ട എന്റെ സമയങ്ങൾ ഞാൻ ആലോചിക്കേണ്ട സംഗതികൾ ആലോചിക്കാതെ, പഠിക്കേണ്ടത് പഠിക്കാതെ, ചെല്ലേണ്ടിടത്ത് ചെല്ലാതെ, നിർവഹിക്കേണ്ടത് നിർവഹിക്കാതെ ഞാൻ നഷ്ടപ്പെടുത്തി എന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ എത്രയാണ്, എന്റെ ജീവിതത്തിലെ ദിവസങ്ങൾ എത്രയാണ്, എന്റെ ജീവിതത്തിലെ ആഴ്ചകളുടെ കണക്കുകൾ എത്രയാണ്, എന്റെ ജീവിതത്തിലെ മാസങ്ങളും വർഷങ്ങളും എത്രയാണ് കൊഴിഞ്ഞുപോയത്. എന്തു ചെയ്യും ഞാൻ എന്ന് ചിന്തിക്കേണ്ട, എന്റെ അവസ്ഥകൾ എന്തെന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളാണ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത് അതാണ് പ്രധാനം. ഏത് അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടത് തന്നെയാണ്. നഷ്ടപ്പെട്ടതിന്റെ വില അറിയണമെങ്കിൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ടാകണം. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയൂ. കണ്ണ് മഹത്തായ ഒരു അനുഗ്രഹമാണ്. കണ്ണെന്ന നിഅമത്ത് നഷ്ടപ്പെടുമ്പോൾ സഹോദരന്മാരെ, കാണുന്നതിന്റെ ആ ഗൗരവവും കാണാനുള്ള ആഗ്രഹവും നമ്മുടെ മനസ്സിൽ എത്രയായിരിക്കും. സാധാരണ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ നമുക്കത് വിലയില്ല. പക്ഷെ കണ്ണ് നഷ്ടപ്പെടണം, അപ്പോഴേ കണ്ണിന്റെ ആ അനുഗ്രഹമാകുന്ന ആ കണ്ണിന്റെ വിലയറിയൂ. കാതും ശരീരത്തിന്റെ അവയവങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. സമയവും അതുപോലെ തന്നെയാണ്. സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല. ആവശ്യമില്ലാത്തത് ചെയ്ത് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കില്ല. പക്ഷേ ആ സമയം നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഖേദത്തിന്റെ സമയങ്ങൾ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. സമയം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാർ ഖേദിക്കുന്ന, ദുഃഖിതരാകുന്ന, വിരല് കടിക്കുന്ന രണ്ടവസ്ഥകളുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് നിർവഹിക്കാതെ, ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് നിർവഹിക്കാതെ സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഖേദിച്ചു പോകുന്ന രണ്ട് സമയങ്ങൾ. അവിടെ ഖേദം ഉപകരിക്കില്ല, അവിടെ സങ്കടം ഉപകരിക്കില്ല. ചില കാര്യങ്ങളിൽ ഖേദമുണ്ടാകുമ്പോ പലപ്പോഴും നമുക്ക് ഉപകരിക്കാറുണ്ട്. പക്ഷേ ഖേദിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഉപകാരമില്ലാത്ത സമയത്തെ സംബന്ധിച്ച്, അവസ്ഥയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, അതിലൊന്നാമത്തെ സമയമേതെന്നോ?
ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, ഈ ഭൗതിക ജീവിതത്തിലെ അവസാന നിമിഷം മലക്കുകളെ അവൻ തന്റെ കണ്ണെത്താ ദൂരത്ത് കാണുകയാണ്. മലക്കുകളെ തന്റെ കൺമുമ്പിൽ അവൻ കാണുകയാണ്. ആഖിറത്തിനെ അവൻ നോക്കിക്കാണുകയാണ്. അതാ തന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി കടന്നു വന്ന മലക്കുൽ മൗത്തും ആ മലക്കുൽ മൗത്തിനെ സഹായിക്കാൻ വേണ്ടി വന്ന മാലാഖമാരും തന്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതുവരെ മനുഷ്യന് കഴിയാത്തൊരു സംഗതിയാണ് അപ്പോൾ മനുഷ്യർക്ക് അല്ലാഹു നൽകിയത്. അതുവരെ ഒരിക്കലും മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു കഴിവാണ് അല്ലാഹു മനുഷ്യർക്ക് നൽകിയത്. മലക്കുകളെ കാണാൻ മനുഷ്യർക്ക് സാധ്യമല്ല. മലക്കുകളെ കാണാൻ മനുഷ്യർക്ക് അതിനുള്ള കഴിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയാണത്. റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്, മലക്കുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അതിനുള്ള കഴിവില്ല. എന്നാലോ മരണം ആസന്നമായാൽ, മരണത്തിന്റെ നിമിഷമായാൽ മലക്കുൽ മൗത്തും മലക്കുൽ മൗത്തിന്റെ പരിവാരങ്ങളും വന്ന് മനുഷ്യന്റെ അരികിൽ വന്നിരിക്കുമ്പോൾ അതാ മലക്കിനെ കാണുകയാണ്. ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ കാണുകയാണ്. ആ സന്ദർഭത്തിൽ ആഖിറത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആഖിറത്തിനെ മനുഷ്യൻ കൺമുമ്പിൽ കാണുന്ന സാഹചര്യം. എന്നിട്ട് ആത്മാവിനെ പിടിക്കുന്ന സമയം, അതാ ആ സമയം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യനതാ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ ദുഃഖിക്കുകയാണ്, മനുഷ്യൻ വിരൽ കടിക്കുകയാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂക്തം. വിശുദ്ധ ഖുർആനിലെ എല്ലാവർക്കും പരിചയമുള്ള അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിഖൂനിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, ഈ വചനം ഓതി കേൾപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിലെ വചനങ്ങളാണല്ലോ കേൾപ്പിക്കുന്നത്. അത് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് അവതരിച്ച വചനങ്ങളാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ നമുക്ക് ചാൻസ് ഇല്ല. അതാരുമായാണ് ബന്ധപ്പെട്ടത് എന്ന്, ആരെയാണ് വിളിക്കുന്നത് എന്ന് വചനത്തിന്റെ തുടക്കത്തിലെ സഹോദരന്മാരെ നാം ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചു വിടാതിരിക്കട്ടെ. എന്ത്? അംവാലുക്കും, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തായ നിങ്ങളുടെ സമ്പത്തും, വലാ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും. സമ്പത്തും സന്താനങ്ങളും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അത് നന്മക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അൻദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന കാര്യത്തിൽ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയുടെ വിഷയത്തിൽ നിങ്ങളെ അശ്രദ്ധമാക്കി കളയാൻ പാടില്ല. ശുദ്ധ ഖുർആൻ പറയാണ്. ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ, അവർക്ക് അല്ലാഹു പ്രത്യേകമായി ബഹുമാനിച്ചു കൊടുത്തതാണ് സമ്പത്തും സന്താനവും എന്നത്. കാരണം ഇതെല്ലാവർക്കും കിട്ടാത്ത നിഅമത്താണ്. അത് കൊടുക്കുമ്പോ പിന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയില്ല. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കണമെന്ന് പറയുമ്പോ അതിന് നിന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട ഏതെങ്കിലും ചില നിമിഷങ്ങളെ നീ മാറ്റിവെക്കണമെന്ന് പറയുമ്പോ അതിന് സമയമില്ലെന്ന് ധാർഷ്ട്യത്തോടുകൂടെ സംസാരിക്കുന്ന ധിക്കാരിയായ മനുഷ്യരുടെ അവസ്ഥകളെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എത്ര വലിയ ധിക്കാരമാണ് കാണിക്കുന്നത്! ഒരാഴ്ചയിൽ 2 മണിക്കൂർ നിന്നെ സൃഷ്ടിച്ച, നിന്നെ സംവിധാനിച്ച, നിനക്ക് സകല അനുഗ്രഹങ്ങളും നൽകിയ, നിന്റെ ജന്മത്തിന് തന്നെ കാരണമായ ഈ ഭൗതിക ലോകത്തേക്ക് നീ പിറക്കുന്നതിന് മുമ്പേ നിനക്ക് ഇവിടെ ശ്വസിക്കാനുള്ള വായുവും, നിനക്ക് ദാഹം തീർക്കാനുള്ള വെള്ളവും, നിനക്ക് അമ്മിഞ്ഞപ്പാല് നുകരാൻ നിന്റെ മാതാവിന് ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയ നിന്റെ സിട്ടാവിന്റെ ദീനിനെ കുറിച്ച്, നിന്റെ സിട്ടാവിനെ മനസ്സിലാക്കാൻ നിനക്ക് ആഴ്ചയിൽ അല്ലാഹു തന്ന നിഅമത്തായ മണിക്കൂറുകളിൽ നിന്ന് ഏതാനും ചില മണിക്കൂറുകളെ നീ മാറ്റിവെക്കണം സഹോദര എന്ന് പറയുമ്പോ ധിക്കാരത്തോടുകൂടെ സംസാരിക്കുന്ന മനുഷ്യന്മാർ, എനിക്ക് രാവിലെ ഡ്യൂട്ടിയുണ്ട്, എനിക്ക് എന്റെ ഡ്യൂട്ടി നേരത്തെ തുടങ്ങും, അതുകൊണ്ട് എനിക്ക് നേരത്തെ ഉറങ്ങണം എന്ന് പറയുന്ന മനുഷ്യന്മാർ, എന്തൊരു ധിക്കാരമാണ്! ആഴ്ചയിൽ നാം കണക്കാക്കുമ്പോൾ 168 മണിക്കൂറാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ആ 168 മണിക്കൂറുകളിൽ 168 അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണമെന്ന് നാഥൻ ആവശ്യപ്പെട്ടിട്ടില്ല.
നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. നിനക്ക് 168 മണിക്കൂർ അല്ലാഹു തന്നെങ്കിൽ 166 നിന്റേതായ ആവശ്യങ്ങൾക്ക് മനുഷ്യ നീ ഉപയോഗിക്ക്. എന്നിട്ട് 2 മണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ നിന്റെ സിട്ടാവിന്റെ ദീനിനെ കുറിച്ചറിയാൻ നീ വിനിയോഗിക്കണമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നത് എനിക്കെന്റെ ദുന്യവിയായ പ്രശ്നങ്ങളുണ്ടെന്നാണ്. എന്റെ ഓഫീസിന്റെ വിഷയം, എന്റെ വീട്ടിലെ മറ്റു ചുറ്റുപാടുകൾ, അങ്ങനെ അവന്റെ തിരക്കുകളുടെ പട്ടിക നമുക്ക് മുമ്പിൽ അവൻ നിരത്തുകയാണ്. ആരെയാണ് ബോധിപ്പിക്കുന്നത്? ആരെയും വിമർശിക്കുന്നതിന് വേണ്ടിയല്ല. നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് അല്ലാഹു തന്ന സമയങ്ങൾ, എനിക്ക് അല്ലാഹു തന്ന മണിക്കൂറുകൾ, ആ മണിക്കൂറുകളിൽ ഞാൻ എന്താണ് എന്റെ റബ്ബിന്റെ ദീനിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് ചിന്തിക്കണം. ജീവിതം മുഴുവനും ദൈവമാർഗത്തിൽ സമർപ്പിച്ചവർ കടന്നുപോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നാം ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തണമെന്ന് പറയുമ്പോ ഈന്തപ്പനയുടെ ഈത്തപ്പന മരത്തിൽ നിന്ന് ചാടിയ ഒരു കാരക്കയുടെ ദുന്യവിയായ ഏറ്റവും ചെറിയ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി വര്യൻ പ്രവാചകരോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായാൽ എനിക്ക് പോകാനിരിക്കുന്നത് എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അൻത ഫിൽ ജന്ന, നിനക്കെന്താ സംശയം? നീ സ്വർഗത്തിലല്ലേ, നീ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഈത്തപ്പഴം കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആ കാരക്ക ചീൾ മുഴുവിച്ചില്ല, അതാ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ പോയി രക്തസാക്ഷിയായി അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്ന് ഹദീസുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിന്റെ ഏറ്റവും ചെറിയ മധുരം നുകരുകയാണ്. അതുപോലും എനിക്കിനി വേണ്ട, എനിക്ക് സ്വർഗം മതി എന്ന് തീരുമാനിക്കാൻ അവിടുത്തെ സഹാബികൾക്ക് വിശ്വാസത്തിന്റെ ദാർഢ്യതയുണ്ടായി. ജീവിതം മുഴുവനും ദൈവമാർഗത്തിൽ. നമുക്കോ അത് വേണ്ട, ജീവിതം മുഴുവനും വേണ്ട. മക്കളുടെ കാര്യം നോക്കിക്കോ, സമ്പത്തിന്റെ വിഷയം നോക്കിക്കോ, നിന്റെ ബിസിനസ് നല്ല രൂപത്തിൽ കൊണ്ടുപോയിക്കോ, നിന്റെ ഓഫീസിന്റെ കാര്യങ്ങളൊന്നും നീ മുടക്കണ്ട. നിന്റെ നാട്ടിൽ നിനക്കുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നീ നിർവഹിച്ചോ. അതിനു പുറമെ നിനക്ക് നിർവഹിക്കാനുള്ളതെന്തും നീ ചെയ്തോ. പക്ഷേ റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ അവഗണിക്കരുത്, അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കാതെ പോകരുത്, ദീനിന്റെ സദസ്സുകൾ അവഗണിക്കരുത്, അതിന് സമയമില്ലെന്ന് പറയരുത്. ആ നിമിഷങ്ങൾ കടന്നു വരുമ്പോ അവിടേക്ക് പോകാനുള്ള സന്മനസ് വേണം നിനക്ക്. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഇതൊന്നും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവർ തന്നെയാകുന്നു നഷ്ടകാരികളായ ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിച്ചോ, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോ, മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പേ നിങ്ങൾ അമൽ ചെയ്തോ, നിങ്ങൾ ചിലവഴിച്ചോ. ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പക്ഷേ മരണം വന്നെത്തുന്നത് വരെ മനുഷ്യന്മാരിത് ചിന്തിക്കില്ല, മനുഷ്യന്മാർ അശ്രദ്ധരായിരിക്കും. അങ്ങനെ മരണം തൊണ്ടക്കുഴിയിലെത്തി മാലാകമാർ അവന്റെ കണ്ണെത്താ ദൂരത്ത് വന്നിരിക്കുമ്പോ ഫയഖൂലാൻ, ആ മനുഷ്യൻ പറഞ്ഞു പോകുകയാണ്, റബ്ബി, എന്റെ നാഥാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത അവധി വരെ എന്നെ ഒന്ന് നീ പിന്തിക്കാത്തതെന്താണ്? ഒരടുത്ത അവധി വരെ എനിക്കെന്താ റബ്ബേ നീ ഒന്ന് സാവകാശം തന്നുകൂടെ? എങ്കിൽ ഫഅസ്വദ്ദഖ, ഞാൻ ദാനം ചെയ്തു കൊള്ളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം. നാഥാ, എനിക്ക് ആഴ്ചകൾ വേണ്ട, എനിക്ക് മണിക്കൂറുകൾ വേണ്ട, എനിക്ക് മാസങ്ങൾ വേണ്ട, എനിക്ക് വർഷങ്ങൾ വേണ്ട, എനിക്ക് സെക്കൻഡുകൾ നിനക്ക് തരാൻ പറ്റുമോ നാഥാ? എന്തുകൊണ്ടാണ് നീ എന്നെ പിന്തിപ്പിക്കാത്തത്? മനുഷ്യന്റെ കേണപേക്ഷ, മനുഷ്യന്റെ നിസ്സഹായകമായ രംഗം. അല്ലാഹു പറയുകയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ,
മനുഷ്യരെ, നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളെ സംബന്ധിച്ചും അല്ലാഹു അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഒന്നാമത്തെ ഖേദത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചാ ഖുർആൻ പറയുന്നത്. സൂറത്തു ഖിയാമയിൽ ആവർത്തിച്ചു പറഞ്ഞു, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, അതാ അവന്റെ പ്രാണൻ അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, വഖീല മൻ റാഖ്, അവൻ ചോദിക്കുകയാണ് എന്നെ മന്ത്രിക്കാൻ ആരാണ്? മരണം വന്നല്ലോ, അവധി തീർന്നല്ലോ, എന്റെ സമയം കഴിഞ്ഞു പോയല്ലോ, എന്റെ നിമിഷങ്ങൾ തീർന്നു പോയല്ലോ, ഞാൻ ആലോചിക്കാതെ പോയല്ലോ. അതുകൊണ്ട് വഖീല മൻ റാഖ്, എന്നെ മന്ത്രിക്കാൻ ആരാണ്? വദന്ന അന്നഹുൽ ഫിറാഖ്, വേർപാടാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു പോയി. എന്നിട്ട് അല്ലാഹ് പറയുകയാണ് വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, മരണവെപ്രാളത്തിന്റെ ഭയാനകത അവന്റെ കണങ്കാലുകൾ കൂട്ടിപ്പിണക്കുകയാണ്. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, ഇനി എന്താ ചിന്തിക്കാനുള്ളത്? അവന്റെ മടക്കം അവനെ തെളിച്ചു കൊണ്ടുപോകുന്നത് അല്ലാഹുവിലേക്കാണല്ലോ. ഇനി ദുനിയാവുമായി ബന്ധമില്ലല്ലോ. എന്ന് നോക്കൂ നിങ്ങൾ, എന്തൊരു മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വിശദീകരണമാണ് റബ്ബിന്റെ വിശദീകരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ടാമതൊരു രംഗം കൂടെയുണ്ട് സഹോദരന്മാരെ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പരലോകത്ത് എത്തിപ്പെട്ട മനുഷ്യന്മാർ ഇവിടുന്ന് ഖേദിച്ചു പോയി, മടക്കമില്ല. അവസാനം അതാ നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിയുകയാണ്. റബ്ബ് പറയുന്നു വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, സത്യനിഷേധികൾക്ക് അല്ലാഹു അതികഠിനമായ നരകമാകുന്നു സംവിധാനിച്ചിരിക്കുന്നത്. ലാ യുഖ്ലാ അലൈഹിം, അവിടെ അവർക്ക് മരണം വിധിക്കുന്നതേ അല്ല. ഫയമൂതു, എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നേനെ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവിടെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് യാതൊരു ലഘൂകരണവുമില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, അപ്രകാരമാണ് എല്ലാ സത്യനിഷേധികൾക്കും നന്ദി കെട്ടവർക്കും നാം നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, ശ്രദ്ധിച്ചോ, വഹും യസ്തരിഖൂന ഫീഹാ, അവരവിടെ കടന്ന് അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, അഖ്രിജ്നാ, ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്തെടുക്കുമോ, എങ്കിൽ അമൽ സ്വാലിഹാ, ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാം നാഥ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഭൂമിയിൽ അവസരങ്ങൾ കിട്ടി, ആഴ്ചകൾ കിട്ടി, മാസങ്ങൾ കിട്ടി, സമയങ്ങൾ കിട്ടി, ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യാം. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ഭൂമിയിൽ ആയുസ് തന്നിരുന്നില്ലേ, ഭൂമിയിൽ സമയം തന്നിരുന്നില്ലേ, 60-70 കൊല്ലം ജീവിച്ചില്ലേ എന്ന് അല്ലാഹു അവിടുന്ന് ചോദിക്കുന്ന രംഗം വരാനുണ്ട്. നിസ്സഹായരായി കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നരകത്തിൽ അട്ടഹസിക്കുന്ന മനുഷ്യന്മാർ, ഈ രംഗം നമുക്ക് വരണോ? നമ്മളാ തീരുമാനിക്കേണ്ടത്, ഞാനാ തീരുമാനിക്കേണ്ടത്, എന്റെ വിഷയം നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒഴിവ് സമയങ്ങൾ സഹോദരന്മാരെ വിലപ്പെട്ടതാണ്. ജീവിതത്തിന്റെ ഏത് സമയങ്ങളും അമൂല്യമാണ്, അത് ആവശ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാനും നന്മകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും ആ രൂപത്തിൽ സർവാധിനാഥന്റെ തൃപ്തിക്കുതകുന്ന രൂപത്തിൽ ജീവിതത്തെ സംവിധാനിക്കാനും നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി സജ്ജരാകണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം. സർവാധിനാഥൻ നമ്മേവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ ഭവനത്തിൽ നമ്മേവരെയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.